ഇന്ന് നമുക്ക് മാഗി ചിക്കൻ ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ മാഗി ചിക്കൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തത്. ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ചിക്കൻ്റെ പുറത്തേക്ക് നമ്മളൊരു കോട്ടിങ് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോറോ അല്ലെങ്കിൽ മൈദപ്പൊടി ആയിരുന്നാലും മതി. ഈ ഓൾ പർപ്പസ് ഫ്ലോറിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗാർലിക് പൗഡർ എടുത്തിട്ടുണ്ട്, ഓണിയൻ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുട്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസ് ആദ്യം തന്നെ മുട്ടയിൽ നമ്മളൊന്ന് ഡിപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഈ ഓൾ പർപ്പസ് ഫ്ലോറിലേക്ക് ഇടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മുട്ട വേണ്ടത്. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ മാഗി ചിക്കൻ ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ബണ്ണ് എടുത്തിട്ടുണ്ട്. ഈ മാഗി ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചീസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീസിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ലെറ്റ്യൂസ് വേണം. പിന്നെ വേണ്ടത് മയോനൈസാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മയോനൈസ് എടുത്തിട്ടുണ്ട്. ഈ മയോനൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ മാഗി ചിക്കൻ ആക്കാമെന്ന്. ഈ ചിക്കന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് ഒരു മുട്ട ചേർക്കുക. ഈ മുട്ടയിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക. ഞാനിവിടെ സാധാരണ പച്ചവെള്ളമാണ് ചേർക്കേണ്ടത്. മുട്ടയും വെള്ളവും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയും വെള്ളവും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കാം. ഗാർലിക് പൗഡർ ചേർത്തിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മുട്ടയുടെ മിക്സിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മാറ്റി വയ്ക്കുക. ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. ഞാനിവിടെ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുക. കാൽ ടീസ്പൂൺ ഓണിയൻ പൗഡർ ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതും നീക്കി വയ്ക്കുക. എൻ്റെ പീസ് ആദ്യം ഈ മുട്ടയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം. ഈ മുട്ടയുടെ മിക്സിൽ ഈ ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവണം. ഈ ചിക്കനിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വേറെ ഉപ്പ് ചേർക്കില്ല. ഇപ്പോൾ ചിക്കൻ ഈ മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് ഈ ഓൾ പർപ്പസ് ഫ്ലോറിലേക്ക് ഇടാം. ഇത് തിരിച്ചും മറിച്ചിടുക. ഈ ഫ്ലോറാണ് ഈ ചിക്കന് നല്ല തിക്ക് കോട്ടിങ് കൊടുക്കുന്നത്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് സെറ്റാവും. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്നും കൂടി നമ്മൾ മുട്ടയിലും പിന്നെ ഓൾ പർപ്പസ് ഫ്ലോറിൽ ഇട്ടിട്ട് ഡിപ്പ് ചെയ്യും. അപ്പോഴായിരിക്കും ഇതിന് നല്ല തിക്ക് കോട്ടിങ് കിട്ടുക. 15 മിനിറ്റ് ഞാനിതിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കൂടി ഈ മുട്ടയിലും ഈ ഓൾ പർപ്പസ് ഫ്ലോറിലും ഡിപ്പ് ചെയ്യുക. എടുക്കുമ്പോൾ കൂടുതലുള്ള ഫ്ലോർ ഉണ്ടെങ്കിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് കുടഞ്ഞു കളയണം. അല്ലെങ്കിൽ അത് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ഈ മുട്ടയിലേക്കും ചേർക്കണം, ഈ ഓൾ പർപ്പസ് ഫ്ലോറിലും ചേർക്കണം. ഈ ചിക്കനിലേക്ക് നമ്മൾ വേറെ സെപ്പറേറ്റ് ഉപ്പ് ചേർക്കില്ല. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചൂടായ ഓയിലിലേക്ക് ചിക്കൻ്റെ പീസ് ചേർക്കാം. ഇത് വറുത്തെടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. രണ്ട്
സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാഗ് ചിക്കൻ ആക്കാം. മാഗ് ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് ബണ്ണ് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ മുകളിലെ പീസ് നീക്കി വയ്ക്കുക. ഈ അടിയിലെ പീസിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കുക. മുകളിലേക്ക് ചീസിൻ്റെ ഷീറ്റ് വയ്ക്കുക. ചീസിൻ്റെ മുകളിലേക്ക് ലെറ്റീസ് വയ്ക്കുക. ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചിക്കൻ വയ്ക്കുക. ഇത് ക്ലോസ് ചെയ്യുക. അപ്പം മാഗ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്.